നമ്മൾ ഈ കഴിഞ്ഞ സെക്ഷനിൽ പിക് മൈക്രോ കൺട്രോളറെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ പിക് മൈക്രോ കൺട്രോളർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് പിക് 16 അതുപോലെ തന്നെ പിക് 18. അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പർ മോട്ടോറിൻ്റെ ഇൻ്റർഫേസിങ്ങുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പിക് 16ൻ്റെയും അതുപോലെ തന്നെ പിക് 18ൻ്റെയും എന്ത് ചെയ്യാം, ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് പിക് 16ൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ പിക് മൈക്രോ കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് കഴിഞ്ഞ ഇതിൽ പഠിച്ചത്. അപ്പോൾ പിക് 16ൻ്റെയും അതുപോലെ തന്നെ പിക് 18ൻ്റെയും ഒക്കെ ബ്ലോക്ക് ഡയഗ്രാം രണ്ടിൻ്റെയും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള രണ്ട് പിക് മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സാണ് പഠിക്കാനുള്ളത്. അതായത് പിക് 16 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ മൈക്രോചിപ്പ് ടെക്നോളജി. ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 0 to 20 MHz. അതായത് മൈക്രോചിപ്പ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പിക് 16 വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അഥവാ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 to 20 MHz വരെയാണ്. അതുപോലെ തന്നെ റിസ്ക് ആർക്കിടെക്ചറാണ്. AVR പോലെ തന്നെ നമ്മളെന്താണ് റിസ്ക് ആർക്കിടെക്ചറാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. 35 ഇൻസ്ട്രക്ഷൻസ് ആണ്. AVR മൈക്രോ കൺട്രോളിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. 35 ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിക് 16ൽ യൂസ് ചെയ്യുന്നത്. സപ്ലൈ വോൾട്ടേജ് 2.5 മുതൽ 5 വോൾട്ടേജ് വരെയാണ് എന്ത് ചെയ്യുന്നത് സപ്ലൈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 35 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസും അതുപോലെ 3 ടൈമറും കൗണ്ടറും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൽ എന്തുണ്ട് ഈ പ്രോഗ്രാം മെമ്മറിയുടെയും അതുപോലെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാം മെമ്മറിയുടെയും കാര്യം, റാമിൻ്റെയും റോമിൻ്റെയും ഒക്കെ കാര്യം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു അല്ലേ. കഴിഞ്ഞ സെക്ഷനിൽ അതായത് പിന്നെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് 256 ബൈറ്റുള്ള EEPROM ഇലക്ട്രിക്കലി ഇറേസബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 8 KB ഇൻറ്റേർണൽ റോം മെമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അതുപോലെ 368 ബൈറ്റ് ഓഫ് റാമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 368 ബൈറ്റാണ്. അതുപോലെ തന്നെ 8 ബിറ്റ് 14 ചാനലുള്ള അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിക് 16ൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ RS-232 സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് പിക് 16 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് പിക് 16 എന്ന് പറയുന്ന നമ്മുടെ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിക് 16ൻ്റെ ജനറൽ ഫീച്ചേഴ്സ് പോലെ തന്നെ പിക് 18 ഉണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് വിച്ച് നാനോ വാട്ട് ടെക്നോളജി, ലോ പവർ കൺസംഷൻ ടെക്നോളജിയാണ് പിക് 16 അപേക്ഷിച്ച് നാനോ വാട്ട് ടെക്നോളജിയാണ് ഇതിൽ നിന്ന് മറ്റേലെന്തായിരുന്നു മൈക്രോ ചിപ്പ് ടെക്നോളജി ആയിരുന്നു. ഇത് നാനോ വാട്ട് ടെക്നോളജിയാണ് എന്തിൽ യൂസ് ചെയ്യുന്നത് പിക് 18ൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവർ കൺസംഷൻ പിക് 16 അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. 8 ബിറ്റ് CPU ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ഫോർ ഇൻക്രീസിങ് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇത് പിക് 18 എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 0 to 20 MHz ആയിരുന്നു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 16ൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്നാൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്നത് 40 MHz ആണ്. ADC രണ്ടിലും ഒരുപോലെ തന്നെയാണ്. 10 ബിറ്റ് ADC ആണ് യൂസ് ചെയ്യുന്നത്. 16 ബിറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. 32 കിലോബൈറ്റ് അതായത് 32 KB ഫ്ലാഷ് പ്രോഗ്രാം മെമ്മറിയും 2048 അതായത് 2K ബൈറ്റ് റാം മെമ്മറിയാണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. 256 ബൈറ്റ്സ് ഓഫ് EEPROM ഇലക്ട്രിക്കലി ഇറേസബിൾ റീഡ് ഓൺലി മെമ്മറി തന്നെയാണ് റോം യൂസ് ചെയ്യുന്നത്. 256 ബൈറ്റാണ് യൂസ് ചെയ്യുന്നത്.
ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ടിനും ഒരുപോലെ തന്നെയാണ് 2 to 5.5 വോൾട്ട് വരെയാണ്. മറ്റേതിൽ 16-ൽ 3 ടൈമറാണെന്നുണ്ടെങ്കിൽ പിക്ക് 18-ൽ 4 ടൈമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ SPI I2C ആൻഡ് CAN പ്രോട്ടോകോൾ ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്. CAN എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഏരിയ നെറ്റ്വർക്കാണ്. ഓക്കെ, ഇത്രയും മെയിൻ ഫീച്ചേഴ്സാണ് എന്തിൽ വരുന്നത്, പിക്ക് 18-ൽ വരുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിക്ക് 18-ൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ പിക്ക് 16-ൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പാരിസൺസ് ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർഫേസിംഗ് ആണ്. അതായത് സ്റ്റെപ്പർ മോട്ടോറിൻ്റെ ഇൻ്റർഫേസിംഗ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം സ്റ്റെപ്പർ മോട്ടോറിൻ്റെ ഇൻ്റർഫേസിങ്ങിന് മുന്നേ നമ്മൾ എന്തറിയണം, എന്താണ് സ്റ്റെപ്പർ മോട്ടോർ എന്നറിയണം. സ്റ്റെപ്പർ മോട്ടോറിന്, അതായത് ഒരു സാധാരണ നമ്മളെ ഇലക്ട്രിക്കൽ മോട്ടോർ പോലെയുള്ളൊരു സ്മോൾ മോട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. സിഗ്നൽസിനെ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതിനാണ് സ്റ്റെപ്പർ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക്കൽ സെക്ഷൻ, അതായത് സ്റ്റേറ്റർ ഉണ്ടാവും, ഒരു റോട്ടർ ഉണ്ടാവും, സ്റ്റേറ്റർ വൈൻഡിങ്ങുകൾ ഉണ്ടാവും. ആ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസിനനുസരിച്ച് എന്ത് ചെയ്യണം, റോട്ടർ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പർ മോട്ടോഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഇലക്ട്രിക്കൽ പൾസസ് ഇൻ ടു മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, സാധാരണ മോട്ടറിൽ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് മാറ്റുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ പൾസസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് മാറ്റുന്നത്. ഇൻ സം ഡിസ്ക് ഡ്രൈവേഴ്സ്, ഡോട്ട് മാട്രിക് പ്രിൻറ്റേഴ്സ് ആൻഡ് സം അതർ ഡിഫറെൻറ്റ് ഫേസസ് സ്റ്റെപ്പർ മോട്ടോഴ്സ് ആർ യൂസ്ഡ്. ഡിസ്ക് ഡ്രൈവുകളിലും മാട്രിക്സ് പ്രിൻറ്റേഴ്സിലും അതുപോലെ വേറെ പല സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പർ മോട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊസിഷൻ കൺട്രോളാണ്. ഓക്കെ, അതുപോലെ സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പർ മോട്ടോർ ജനറലി പെർമനൻറ്റ് മാഗ്നറ്റ് ഷാഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ സ്റ്റേറ്റർ. അതായത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് റോട്ടർ ഉണ്ടാവും, അല്ലേ. റോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ് റോട്ടർ എന്ന് പറഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഷാഫ്റ്റുള്ള റോട്ടറാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്പർ മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റുപുറം എന്തുണ്ടാവും, സ്റ്റേറ്റർ ഉണ്ടാവും. അതായത് സ്റ്റേറ്റർ കോറും ഉണ്ടാവും, സ്റ്റേറ്റർ വൈൻഡിങ്ങും ഉണ്ടാവും. നോർമൽ മോട്ടോർ ഷാഫ്റ്റ്സ് ക്യാൻ മൂവ് ഫ്രീലി ബട്ട് ദ സ്റ്റെപ്പർ മോട്ടോർ ഷാഫ്റ്റ് മൂവ്സ് ഫിക്സ് റിപ്പീറ്റബിൾ ഇൻക്രിമെൻറ്റ്സ്. അതായത് നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത് സിഗ്നൽസിൻ്റെ ഇൻക്രിമെൻറ്റിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്റ്റെപ്പർ മോട്ടർ വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ എന്തുപോലെ സാധാരണ മോട്ടർ പോലെ ഫ്രീ ആയിട്ട് റോട്ടർ എന്ത് ചെയ്യൂല, മൂവ് ചെയ്യൂല. ഓക്കെ, നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് സ്റ്റെപ്പർ മോട്ടോറിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് സ്റ്റെപ്പ് ആംഗിൾ, അതുപോലെ തന്നെ സ്റ്റെപ്പർ റവല്യൂഷൻ, സ്റ്റെപ്പർ സെക്കൻഡ്, RPM എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ദ സ്റ്റെപ്പ് ആംഗിൾ ഈസ് ദ ആംഗിൾ വിച്ച് ദ റോട്ടർ മൂവ്സ് വെൻ ദ പൾസ് അപ്ലൈഡ് ഇൻപുട്ട് ഓഫ് ദ സ്റ്റേറ്റർ. അതായത് സ്റ്റെപ്പർ മോട്ടറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഒരു പൾസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻപുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൾസ് കൊടുക്കുമ്പോൾ ഈ മോട്ടറിൻ്റെ റോട്ടർ മൂവ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. ദിസ് പാരാമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ പൊസിഷനിങ് ഓഫ് ദ സ്റ്റെപ്പർ മോട്ടോർ. അതായത് ഈ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റെപ്പർ മോട്ടോറിൻ്റെ പൊസിഷനിങ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് 2 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ സെറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് കറങ്ങുന്നതായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നതായിട്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പൊസിഷനിങ് തീരുമാനിക്കുന്നത് എന്ത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ്, ഈ സ്റ്റെപ്പ് ആംഗിൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പർ റവല്യൂഷൻ, ദ നമ്പർ ഓഫ് സ്റ്റെപ്പ് ആംഗിൾസ് റിക്വയർഡ് ഫോർ എ കംപ്ലീറ്റ് റവല്യൂഷൻ. അതായത് ഒരു കംപ്ലീറ്റ് റവല്യൂഷന് വേണ്ട എന്താണ്, സ്റ്റെപ്പ് ആംഗിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആവാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് 360 ഡിഗ്രിയാണ് ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ ദ ഫോർമുല ഈസ് 360 ബൈ സ്റ്റെപ്പ് ആംഗിൾ. അതായത് ഒരൊറ്റ കംപ്ലീറ്റ് റവല്യൂഷൻ സ്റ്റെപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ആംഗിളിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റെപ്പ് പെർ റവല്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, അതായത് ഒരു സെക്കൻഡിൽ എത്ര റവല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്,
കറങ്ങുന്നുണ്ട് എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററിനെയാണ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര സ്റ്റെപ്പ് കറങ്ങുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. പിന്നെ RPM എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? റവല്യൂഷൻസ് പെർ മിനിറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? RPM എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ. അതായത് ഒരു റൊട്ടേഷൻ്റെ ഫ്രീക്വൻസി അറിയാനും നമ്പർ ഓഫ് റൊട്ടേഷൻ ഇൻ 1 മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്ര റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് എന്ന് പറയുന്നത്? റവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത്? സ്റ്റെപ്പർ മോട്ടോർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സ്റ്റെപ്പർ മോട്ടോർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർഫേസ് ചെയ്യാം. അതായത് സ്റ്റെപ്പർ മോട്ടറിനെ എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് വി ആർ യൂസിങ് പോർട്ട് 048051 ഫോർ കണക്റ്റിംഗ് ദ സ്റ്റെപ്പർ മോട്ടോർ. അതായത് നമ്മൾ സ്റ്റെപ്പർ മോട്ടോറിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട്, ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് 0 ആണ്. ഓക്കെ, പിന്നെ AD അതായത് അഡ്രസ്സും ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോർട്ട് 0 എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട് 0നെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർഫേസർ ഹിയർ ULN 2003 ഈസ് യൂസ്ഡ്. ULN 2003 എന്ന് പറയുന്ന ഇൻ്റർഫേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇൻ്റർഫേസിങ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ബേസിക്കലി എ ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റർ അറേ. അതായത് ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്ററിൻ്റെ ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റർ അരയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഇൻ്റർഫേസറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഈച്ച് ULN 2003 ഹാസ് 7 NPN ഡാർലിംഗ്ടൺ പെയേഴ്സ്. അതായത് 7 NPN ഡാർലിംഗ്ടൺ പെയേഴ്സാണ് എന്തിലുണ്ടാവുക? ഓരോ ULN 2003ലും ഉണ്ടാവുക. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ട് വിത്ത് കോമൺ കാഥോഡ് ക്ലാമ്പ് ഡയോഡ്സ് ഫോർ സ്വിച്ചിങ് ഇൻഡക്റ്റീവ് ലോഡ്സ്. അതായത് ലോഡ്സിലേക്ക് വേരി ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ട് വിത്ത് കോമൺ കാഥോഡ് ക്ലാമ്പ് ഡയോഡ്സ്. അതായത് കാഥോഡ് ക്ലാമ്പ് ഡയോഡ്സിനെ വെച്ചിട്ട് ഹൈ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? എന്താ ഇൻഡക്റ്റീവ് ലോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ എന്താണ് സിഗ്നൽസിന് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പർ മോട്ടറിലേക്ക് കൊടുക്കുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് ലോഡിലേക്കാണ് കൊടുക്കുന്നത്, അതായത് വൈൻഡിങ്ങിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർലിംഗ്ടൺ അറേ ഉപയോഗിച്ചിട്ട് എന്താണ് ഹൈ വോൾട്ടേജും നമ്മൾ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹെവി വോൾട്ടേജ് ആയിരിക്കില്ല, പക്ഷേ നമുക്ക് സ്റ്റെപ്പർ മോട്ടറിലേക്ക് കൊടുക്കുന്നത് ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ ULN 2003 ആണ്. ദ യൂണിപോളാർ സ്റ്റെപ്പർ മോട്ടോർ വർക്ക്സ് 3 മോഡ്സ്. അതായത് സ്റ്റെപ്പർ മോട്ടോറുകൾ എന്ന് പറയുന്നത് 3 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സ്റ്റെപ്പർ മോട്ടറിൻ്റെ വർക്ക് നമുക്കറിയാം 4 കോയിലുകളാണ് 4 സൈഡിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗർ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ? 4 കോയിലുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ കോയിലും വേവ് ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞ മോഡ് 1 കോയിൽ എനർജൈസ് ആണ്. സോ 4 കോയിൽസ് ആർ എനർജൈസ്ഡ് 1 ആഫ്റ്റർ അനദർ. അതായത് ഒന്നാമത്തെ കോയിൽ ആദ്യം എനർജൈസ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ കോയിൽ എനർജൈസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്? റോട്ടർ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് മൂന്നാമത്തത് എനർജൈസ് ചെയ്യും, പിന്നെ നാലാമത്തെ എനർജൈസ് ചെയ്യും, വീണ്ടും 1 എനർജൈസ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ് എന്ത് ചെയ്യുക? വേവ് ഡ്രൈവ് മോഡിൽ ചെയ്യുക. അതുപോലെ തന്നെ ഫുൾ ഡ്രൈവ് മോഡ് എന്ന് പറയുന്നുണ്ട്. ഫുൾ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞാൽ 4 കോയിലുകളുണ്ടെങ്കിൽ ആദ്യം 0ഉം 1ഉം എനർജൈസ് ആവും. 1ഉം 2ഉം 3ഉം എനർജൈസ് ആവില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 1ഉം 2ഉം എനർജൈസ് ആവും, 0 ഓഫ് ആവും, 4ഉം ഓഫ് ആവും. പിന്നെ അതുപോലെ തന്നെ 2ഉം 3ഉം എന്താവും? അങ്ങനെ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്ത് രണ്ടെണ്ണം വീതം 2 കോയിലുകൾ തമ്മിൽ ആദ്യം ഒന്നാമത്തെ കോയിലും രണ്ടാമത്തെ കോയിലും എനർജൈസ് ആവും. അപ്പോൾ 3ഉം 4ഉം ഓഫായിരിക്കും. പിന്നെ 2ഉം 3ഉം ഓഫ് ആവും, അപ്പോൾ 4ഉം 1ഉം ഓഫായിരിക്കും. പിന്നെ 2ഉം 3ഉം ആയിരിക്കും, അപ്പോൾ 4ഉം 1ഉം ഓഫായിരിക്കും. പിന്നെ 3ഉം 4ഉം ആയിരിക്കും, അപ്പോൾ 1ഉം 2ഉം ഓഫായിരിക്കും. പിന്നെ 4ഉം 1ഉം ആയിരിക്കും, അപ്പോൾ 2ഉം 3ഉം ഓഫായിരിക്കും. അങ്ങനെ രണ്ടെണ്ണം വീതം എന്താണ്? എനർജൈസ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുൾ ഡ്രൈവിംഗ് മോഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഹാഫ് ഡ്രൈവ് മോഡാണ്. അതായത് 1 and 2 കോയിൽസ് എനർജൈസ് ആൾട്ടർനേറ്റ്ലി. അതായത് ആദ്യം ഒന്നാമത്തെ കോയിൽ എനർജൈസ് ചെയ്യും, ബാക്കിയെല്ലാം ഓഫായിരിക്കും. പിന്നെ 1ഉം 2ഉം ഓണാവും, ബാക്കി ഓഫായിരിക്കും. പിന്നെ 2 മാത്രം ഓണാവും, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓഫായിരിക്കും.
പിന്നെ 2ഉം 3ഉം ഓൺ ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ ഓഫ് ആയിരിക്കും. അങ്ങനെ ആദ്യം 1, പിന്നെ 2 പിന്നെ 1, പിന്നെ 2 അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് എനർജൈസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഹാഫ് ഡ്രൈവ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉള്ളത് ജസ്റ്റ് അതിൻ്റെ കണക്ഷനാണ്. അതായത് P0 എന്ന് പറയുന്നത് P0 0 1 2 3 എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ULN 2003 4 എന്താണ് ഡയോഡ്സ് വെച്ചിട്ട് നോട്ട് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തത് കോയിലിലേക്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ കോയിലിൻ്റെ മറ്റേ എൻഡ് 3ലേക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോയിലിൻ്റെ എൻഡ് കോയിലിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, 4 മറ്റേ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോയിലിൻ്റെ സെൻറ്റർ പോയിൻ്റ് 2 കൂടി എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 5 വോൾട്ടിലേക്ക് സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, സാധാരണ ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നതനുസരിച്ച്. അതിൽ ഓരോന്നിൻ്റെയും എനർജൈസിങ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് വർക്കിംഗ് വരുന്നത്, ആംഗിൾ കൊടുക്കുന്നതിനൊക്കെ അനുസരിച്ച് സ്റ്റെപ്പർ മോട്ടറിൻ്റെ വർക്കിങ്ങിൽ വേരിയേഷൻ വരും, ടൈമിൽ വ്യത്യാസം വരും. അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയേഷൻ വരുത്താൻ പറ്റും, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഇൻ്റർഫേസിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ LED ഇൻ്റർഫേസിങ്ങും അതുപോലുള്ള 1-2 കാര്യങ്ങളും കൂടി നമുക്ക് ഈ മൊഡ്യൂളിൽ എന്ത് ചെയ്യാനുള്ളൂ, ഡിസ്കസ് ചെയ്യാൻ ഉള്ളൂ.